നമസ്കാരം. അങ്ങനെ മഹാരാഷ്ട്രയില് ബി ജെ പി കാവി പുതപ്പിച്ചു. ഇനി മറാഠി നഗരം ബി ജെ പിയുടെ കൈകളിൽ സുരക്ഷിതമാണ്. മറാഠി നഗരത്തിൽ താമരയുടെ പുഷ്പാർച്ചനയാണ് ഇനി നടക്കുന്നത്. അന്ന് ആദ്യ വോട്ടുകൾ എണ്ണിയപ്പോൾ തന്നെ ഇന്ത്യ സഖ്യം മുട്ടുകുത്തി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മറാഠിയിൽ രാവിലെ തന്നെ ഇന്ത്യ സഖ്യം തകർന്നടിഞ്ഞു. മഹാരാഷ്ട്രയിൽ കാവി തരംഗം ആഞ്ഞടിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യമായ മഹായുതി മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാര തുടർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. ഒടുവിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 231 സീറ്റിൽ മഹായുതി സഖ്യം മുന്നേറുന്നു. സമസ്ത മേഖലയിലും ബി ജെ പി സഖ്യം കടന്നു കയറി കഴിഞ്ഞു. ഉദ്ധവ് വിഭാഗം ശിവസേനയുടെയും എൻ സി പി ശരത് പവാറിന്റെയും കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് ബി ജെ പിയും സഖ്യകക്ഷികളും നടത്തിയത്. ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്രഹരം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന്. കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഘാടി സഖ്യം വെറും 51 സീറ്റിലേക്ക് ചുരുങ്ങുന്നുവെന്നാണ് ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങൾ. ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. മത്സരിച്ച 148 സീറ്റുകളിൽ 132 സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. എക്സിറ്റ് പോളുകൾ എൻ ഡി എ മുന്നണിയുടെ വിജയം പ്രവചിച്ചെങ്കിലും തൂത്തുവാരൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അടപടലം ബി ജെ പി മഹാരാഷ്ട്ര എടുത്തു. മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ മുന്നേറ്റം അമ്പരിപ്പിക്കുന്നതാണെന്നാണ് വിലയിരുത്തൽ. വെറും 8 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി സഖ്യം മുന്നിൽ 2 ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 17 സീറ്റ് മാത്രമാണ് ബി ജെ പി സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത്. 48 ലോക്സഭാ സീറ്റിൽ 17 എണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത്. 2019 41 സീറ്റുകൾ നേടി സ്ഥാനത്ത് നിന്നായിരുന്നു. 17 എണ്ണത്തിലേക്കുള്ള കൂപ്പുകുത്തൽ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയാകട്ടെ മികച്ച നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. 30 സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി കരുത്ത് കാട്ടി. എന്നാൽ വെറും 8 മാസത്തിനപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിച്ചാണ് ബി ജെ പി സഖ്യത്തിന്റെ വിജയക്കുതിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം തുടരാനാകുമെന്ന പ്രതീക്ഷയുമായി എത്തിയ ഇന്ത്യ മുന്നണി അഠാപടലം പരാജയപ്പെടുകയും മഹായുതി സഖ്യം അപ്രതീക്ഷിത വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. കോപ്രി പാസ്വഡയിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ 1,15,447 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ മത്സരിച്ച ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് 1,24,860 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി. ബരാമതിയിൽ അജിത് പവാർ 1,09,848 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥി ആദിത്യ താക്കറെ വൽറയിൽ ജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ബി ജെ പി സഖ്യകക്ഷിയായ ഏക്നാഥ് ഷിൻഡെയുടെയും ശിവസേനയുടെ അജിത് പവാറിന്റെയും എൻ സി പിയുടെയും വൻ നേട്ടമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഇതോടെ ലോക്സഭയിലേറ്റ തിരിച്ചടിയുടെ നാണക്കേടും ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ മാറ്റാൻ കഴിഞ്ഞു. ഷിൻഡെ ശിവസേന മത്സരിക്കുന്ന 81-ൽ 54 സീറ്റിലും അജിത് പവാറിന്റെ എൻ സി പി 51 സീറ്റിൽ 40 സീറ്റിലും മുന്നിലാണ്. മഹാരാഷ്ട്രയിൽ എങ്ങനെ ബി ജെ പി ഒരു വൻ ഭൂരിപക്ഷത്തിൽ വൻ അധികാരം പിടിച്ചെടുത്തു? ഇന്ത്യ സഖ്യത്തെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ അധികാരം പിടിച്ചെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകടന പത്രികയിലെ ഓരോ വാഗ്ദാനങ്ങളുമാണ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നൽകിയ വാഗ്ദാനം പോലെ ആയിരുന്നില്ല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി. അത് ജനങ്ങൾക്ക് മനസ്സിലായി. അതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്ന് ജനങ്ങൾക്കറിയാം. പക്ഷെ വാഗ്ദാനം നൽകിയപ്പോഴും അതൊന്നും നിറവേറ്റാൻ അവർ ബാധ്യസ്ഥരായില്ല. പക്ഷേ ബി ജെ പി ഒരു വാഗ്ദാനം പറഞ്ഞാൽ ആ വാഗ്ദാനം നടപ്പിലാക്കുമെന്ന് ബി ജെ പിക്ക് അവർക്ക് ചെയ്യാൻ അറിയാം. അത് ജനങ്ങൾക്കും അറിയാം. കാരണം ഹരിയാന മോഡൽ മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ മുന്നിലുണ്ട്. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അക്ഷരമൃതി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സൗജന്യമായ വൈദ്യുതി, കൂടാതെ സ്ത്രീകൾക്ക് 1,100 രൂപ, പിന്നെ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ വില കുറവ്, ഇതെല്ലാം തന്നെ മുഖ്യ ഒരു അജണ്ടയായിട്ട് പ്രചാരണ പത്രത്തിൽ തന്നെ ബി ജെ പി ഉയർത്തിക്കാട്ടിയതാണ് മഹാരാഷ്ട്രയിൽ. ഇതാണ് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ ജനകീയമായ ഒരു പ്രചാരണ പത്രിക എന്ന നിലയിലേക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാന കാരണം.